ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ചില ബ്ലൗസുകളിൽ ഈ കൈക്കുഴിയുടെ ഭാഗത്തും സൈഡ് ജോയിൻ ചെയ്യുന്നവിടെയും തുണി പിരിഞ്ഞ് വരുന്ന കംപ്ലൈൻറ്റ് വരാറുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ആ കംപ്ലൈൻറ്റ് വരാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഫോൾഡ് ചെയ്യുന്ന രീതി ശരിയാണോ എന്ന് നോക്കണം കേട്ടോ. എപ്പോഴും ആ ഫോൾഡ് ചെയ്യുന്ന രീതി തെറ്റായതുകൊണ്ടാണ് ഈ മിസ്റ്റേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ബ്ലൗസ് മാർക്ക് ചെയ്യുമ്പോൾ സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം കേട്ടോ. നമ്മൾ ഈ ഭാഗത്തിന് തേരുവശം എന്നും പറയും, അല്ല കരഭാഗം എന്നും പറയും. കരഭാഗത്തു നിന്ന് മുകളിലേക്ക് വരുന്ന പോലെയാണ് എപ്പോഴും ബ്ലൗസ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അതാണ് ഇതേപോലെ കിടന്ന പോലെ, അതായത് ഇപ്പം ഞാൻ വരയ്ക്കുന്ന പോലെ നൂല് വരുന്നത് സ്ലീപ്പിംഗ് ലൈനാണ് കേട്ടോ. സ്ട്രൈറ്റ് ആയിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കരഭാഗത്തേക്ക് വരുന്നത് സ്റ്റാൻഡിങ് ലൈനും. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ബ്ലൗസിൻ്റെ ഇറക്കം വരുന്നത് സ്റ്റാൻഡിങ് ലൈനിലും വീതി വരുന്നത് സ്ലീപ്പിംഗ് ലൈനും വരുന്ന പോലെ ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലൗസ് കുറേ കാലം നമുക്ക് നീണ്ടു നിൽക്കും. ഈ പിരിഞ്ഞ് വരുന്ന കംപ്ലൈൻറ്റും വരില്ല. അതേപോലെ തന്നെ ഈ സൈഡ് ജോയിൻറ്റ് ചെയ്യുന്നവിടെ ഒരു ചുരുക്കം വരുമല്ലോ, ബാക്കായാലും ഫ്രണ്ടായാലും ചുളിവായിട്ട് ഉണ്ടാവും നമുക്ക് സൈഡ്. അപ്പോൾ ആ ചുളിവ് വരാൻ കാരണവും നമ്മൾ ഈ സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും നേരെ ഇടാതെ കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഈ പ്രശ്നവും വരുന്നത്. അപ്പോൾ ഇതും നമ്മൾ ഞാൻ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങൾ ഫോൾഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് പ്രശ്നവും വരില്ല. നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഒരുപാട് കാലം യൂസ് ചെയ്യുന്ന പോലത്തെ ബ്ലൗസ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.